ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട് ഇന്ദുവിൻ്റെ ലൈവിൽ പോയപ്പോൾ അവിടെ എന്താണ് ഇന്ന് സ്പെഷ്യൽ എന്ന് ചോദിച്ചപ്പോൾ മുട്ടക്കറിയാന്ന് പറഞ്ഞപ്പോൾ ഇന്ദുവും പിന്നെ രണ്ട് പേരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുട്ടക്കറിയുടെ റെസിപ്പി കേട്ടോ. എന്നിട്ട് അവരെൻ്റെ ലൈവിൽ വന്നപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വീഡിയോ ആയിട്ട് ഇടുകയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മുട്ടയൊക്കെ ഒന്ന് പുഴുങ്ങിയുടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ ചട്ടിയൊന്ന് അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 4-5 വെളുത്തുള്ളി ഒന്ന് ചെറുതായി അരിഞ്ഞതാണ് കേട്ടോ. അതൊന്ന് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്തു. അതിൻ്റെ ശേഷം 2 പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള സബോള അതും കൂടി കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. അതും കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം ഞാനൊരു തക്കാളി, നല്ല പഴുത്ത തക്കാളി കേട്ടോ, ഒരെണ്ണം എടുത്തിട്ടുള്ളത്, അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഒരു അരമുറി നാളികേരം കൂടി ഒന്ന് അരച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളികേരം അരയ്ക്കുമ്പോൾ ഞാൻ വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ, വേറെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതേ തക്കാളിയൊക്കെ ഒന്ന് നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് മസാലപ്പൊടിയായിട്ട് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണും 1 ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ പെരിഞ്ജീരകം പൊടിച്ചെടുത്തതാണ് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ വഴറ്റിയെടുക്കുന്ന സമയത്ത് അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നാളികേരം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എത്ര നമുക്ക് ചാറിൻ്റെ കട്ടി നമുക്ക് എന്തോരം ആവശ്യം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലോണം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മുട്ട, ഞാൻ 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് പീസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 10 കഷ്ണം മുട്ട ഉണ്ടാവും കേട്ടോ. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇനി ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. മുട്ട ചേർത്തതിന് ശേഷം അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇറക്കി അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. അതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞതാണ് കേട്ടോ, ഒരു 3-4 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് വേപ്പിൻ്റെ ഇലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഫ്രഷ് വേപ്പിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് താളിപ്പ് മുട്ടക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള മുട്ടക്കറിയുടെ റെസിപ്പി വളരെ എളുപ്പമാണ്, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ കമൻറ്റ് ചോദിച്ചവർക്കുള്ളൊരു മറുപടിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ചപ്പാത്തിക്കുള്ള മാവും കൂടി ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്കിന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് പഴയ ചപ്പാത്തി കല്ലാണ് കേട്ടോ. അപ്പോൾ കുറേ നാളായി. അപ്പോൾ നമ്മളതിൽ പരത്തി നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് എണ്ണയൊക്കെ തൂവി മേലെ ചപ്പാത്തിയുടെ മുകളിൽ ഇങ്ങനെ പരത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗം കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ ഈ മാവിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഉപ്പും കൂടി ചേർത്തിട്ട് ഇളം ചൂടുള്ള വെള്ളത്തിലാണ് കേട്ടോ കുഴച്ചെടുത്തത്. അപ്പോൾ ഇങ്ങനെ ചപ്പാത്തിയൊക്കെ ഇപ്പോൾ ഞാൻ പരത്തിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ലാസ്റ്റാണ് ഞാൻ ചുട്ടെടുക്കാറ് കേട്ടോ. ഓരോന്നായി പരത്തിയിട്ടല്ല ചുടാറ്, ഒരുമിച്ച് പരത്തി വെച്ചിട്ടാണ് ഞാൻ പിന്നെ ലാസ്റ്റാണ് ചുട്ടെടുക്കാറ് കേട്ടോ. അപ്പം അങ്ങനെ ചപ്പാത്തിയൊക്കെ ഇപ്പോൾ ഒന്ന് ഓരോന്നായി ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എണ്ണ ഈ സമയത്ത് വേണമെങ്കിൽ ഈ സമയത്ത് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കല്ലിൻ്റെ പ്രശ്നം കാരണം കൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ആദ്യം തന്നെ എണ്ണ ആക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള ചപ്പാത്തിയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുന്നത് നല്ലപോലെ തന്നെ വീർത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇളം ചൂടുള്ള വെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കുകയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ചപ്പാത്തിയൊക്കെ അതിൻ്റെ ശേഷം ഞാനും മക്കളൊക്കെ അത് ചായ കുടിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സൂപ്പർ ചപ്പാത്തിയും മുട്ടക്കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പാത്രം കഴുകാനൊക്കെ ആയിട്ട് അവിടെ പാത്രങ്ങളൊക്കെ വലിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ശേഷം വന്നപ്പോൾ മുകളിൽ ഇങ്ങനെ വെള്ളം വീണ് സൗണ്ട് കേട്ടോ. അപ്പോൾ കുറേ നാളായിട്ട് പൈപ്പിൽ വെള്ളം വന്നിട്ട് അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാണ്ടിരുന്ന കാരണം തോന്നുന്നു നല്ല കലക്കായിട്ടാണ് കേട്ടോ വെള്ളം വരുന്നുണ്ടായത്. അപ്പോൾ 2-3 പ്രാവശ്യം ഇങ്ങനെ തുറന്ന് വിട്ടപ്പോൾ പിന്നെ അതങ്ങോട്ട് ശരിയാവുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് പാത്രം കഴുകാമെന്ന് വിചാരിച്ചു. അപ്പോൾ സുഡാപ്പിയും പാത്തൂസൊക്കെ വന്ന് കൈ കഴുകുന്നുണ്ട് കേട്ടോ. കുറേ ദിവസമായില്ല വെള്ളം വരാത്ത. അപ്പോൾ അതിൻ്റെ സന്തോഷമാണ് കേട്ടോ അവർക്ക്. അപ്പോൾ പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാമെന്ന് പറഞ്ഞാൽ പൈപ്പ് ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ കലക്ക് തന്നെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ തുറന്ന് കളഞ്ഞപ്പോൾ അവിടെ ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.